നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പറിന്റെ നിർമ്മാണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് സൗദി അറേബ്യയിലെ ഒരു ഫാക്ടറിയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ വിപണികളിലേക്ക് വിവിധ ബ്രാൻഡുകളിലായി കയറ്റി അയക്കുന്ന ഒരു ടിഷ്യൂ പേപ്പർ നിർമ്മാണ യൂണിറ്റാണിത്. എന്നാൽ ഇതൊരു മലയാളിയുടെ സ്ഥാപനമാണ്. നമുക്കൊരാളെ പരിചയപ്പെടാം. 1991 ബോംബെ എയർപോർട്ടിൽ നിന്നും അദ്ദേഹം സൗദി അറേബ്യയിലെ ആ പഴയ ദെഹ്റാൻ എയർപോർട്ടിൽ വന്നിറങ്ങുന്നത്. രാവന്തിയോളം പണിയെടുത്താൽ കിട്ടുന്നത് വെറും 400 റിയാൽ. എന്നാൽ ഇന്ന് അദ്ദേഹം 10ഓളം മികച്ച ബിസിനസ് സംരംഭങ്ങളുടെ ഉടമസ്ഥനാണ്. പാലക്കാട് ചാലിശ്ശേരി ആലിക്കരയിൽ നിന്നെത്തിയ മുഹമ്മദ് ഷാഫി പ്രവാസത്തിന്റെ 35 ആണ്ടുകളുടെ അനുഭവങ്ങളുള്ള ഒരു മലയാളി. വളരെ ചെറിയ ശമ്പളത്തിലായിരുന്നു ജോലി. 12 മണിക്കൂറായിരുന്നു എൻ്റെ ജോലി, രാത്രിയിലായിരുന്നു. അങ്ങനെ നേരം വിളിക്കുമ്പോൾ വീണ്ടും ഞാൻ ഒരു ജോലിക്ക് പോകും. അവധി ദിവസങ്ങളിൽ ഞാൻ വീണ്ടും ഏതെങ്കിലുമൊക്കെ ജോലികൾ അന്വേഷിച്ച് ജോലിക്ക് പോകും. ഏത് ജോലി കിട്ടിയാലും അത് ചെയ്യുമായിരുന്നു. അന്ന് എനിക്ക് ചെറിയൊരു ശമ്പളമായിരുന്നു ഉണ്ടായിരുന്നത്. 400 റിയാലായിരുന്നു എൻ്റെ കമ്പനിയിലെ ശമ്പളം. അപ്പോൾ ആ ശമ്പളം എനിക്ക് മതിയാവില്ലായിരുന്നു. ഒന്നുകിൽ ഞാൻ ഉപേക്ഷിച്ച് പോവുക, അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുക എന്നുള്ളായിരുന്നു, തുടർന്ന് പോകുക എന്നുള്ളായിരുന്നു. അപ്പോൾ ഞാൻ നിർബന്ധിതനായിരുന്നു എനിക്ക് നിലനിൽക്കണമെങ്കിൽ കൂടുതൽ ജോലി ചെയ്യാന്നുള്ളത്. ഒരു മടിയും കൂടാതെ എന്ത് ജോലി കിട്ടിയാലും എല്ലാം ചെയ്തു. ഇന്നിപ്പോൾ എന്ത് ജോലിയും ആരുടെ മുന്നിലും എന്ത് ജോലിയും ഏത് ജോലി ചെയ്യുന്ന ആളോടും എനിക്ക് ബഹുമാനമാണ്. 400 റിയാൽ ശമ്പളത്തിൽ നിന്നും ഒരു ബിസിനസ്സുകാരനായത് എങ്ങനെയാണ്? ഇലക്ട്രോണിക്സ് ഡിപ്ലോമ ഹോൾഡറായിരുന്നു ഞാൻ. അത് കാണിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ടെക്നീഷ്യനായിട്ടാണ് ജോലി തന്നത്. എനിക്കന്ന് ഒരു ബക്കാല തുടങ്ങാൻ അവസരം കിട്ടി വെളിയിൽ. അപ്പോൾ അത് തുടങ്ങി ഞാൻ ഫുഡ് ട്രേഡിംഗ് ആയിരുന്നു എൻ്റെ ബിസിനസ് ആദ്യം. പിന്നെ അങ്ങനെയാണ് കോൺട്രാക്റ്റിംഗ് കമ്പനി തുടങ്ങിയത്. 2004 കൂടിയിട്ടാണ് ഞാൻ പിന്നെ ഒരു ക്ലീനിങ് പ്രോഡക്ട്സിൻ്റെ അതുപോലെ ഡിസ്പോസിബിൾ ഐറ്റംസിൻ്റെ ഒരു ട്രേഡിംഗ് ബിസിനസ് തുടങ്ങിയത്. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ പിന്നെ ടിഷ്യൂവിൻ്റെ ഫാക്ടറി തുടങ്ങി. അതുപോലെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി തുടങ്ങി. ക്ലീനിങ് മോപ്സുകൾ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. GCC മൊത്തം ഞങ്ങൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാനുഫാക്ചറിങ് ആയിട്ടും സർവീസായിട്ടും കോൺട്രാക്റ്റിംഗ് ആയിട്ടും പല മേഖലയിലും ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. 250 റിയാൽ തന്നിട്ട് ഖാദർ എന്ന് പറയുന്ന ഒരു കർണാടകക്കാരൻ എന്നെ സഹായിച്ചു. ഇപ്പോഴത്തെ എൻ്റെ എല്ലാ ബിസിനസ്സിൻ്റെയും മൂലധനം ആ 250 റിയാലാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. ഞാനിപ്പോൾ പല രീതിയിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ മൂലധനം ആ 250 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആരെ വിശ്വസിക്കുക? അനുഭവങ്ങൾ ഏറെയുള്ള പ്രവാസികളുടെ ജീവിതത്തിലേക്ക് ഒരു റിയൽ റീൽ കാണുക, ഫോളോ ചെയ്യുക. സൗദി അറേബ്യയിൽ നിന്നും RJ നിയാസ് കുട്ടി.